ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ഇതുപോലെ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിയാരയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഗ്ലിറ്റർ ടൈപ്പിലുള്ള ഫോം ഷീറ്റ് കൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ആ ഒരു ഫ്ലവർ വെച്ചിട്ട് ഞാനൊരു ടിയാര ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറിലുള്ള ഇതേപോലെ സ്മാൾ സൈസിലും ഒരു ബിഗ് സൈസിലുമുള്ള ഗോൾഡൻ ബീഡ്സ് ആണ്. അതേപോലെ ഇതുപോലൊരു വയറും കമ്പിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ ടിയാരൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാനിതാ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള പെൻസിലോ പേനയോ ബ്രഷോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കമ്പി എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ നമുക്ക് ആ ഒരു ടിയാരയ്ക്ക് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ ഇരട്ടിയായിട്ട് വേണം നമ്മൾ ഈ കമ്പി എടുക്കാനായിട്ട്. കാരണം നമുക്കത് കുറേ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് മതിയാവാതെ വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കമ്പി കുറച്ച് എക്സ്ട്രാ കൂടുതൽ എടുത്താലേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ കമ്പിയുടെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഈ പെൻസിലിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ലാസ്റ്റും എൻഡ് പോയിന്റ് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഏത് കമ്പിയാണോ ഇരിക്കുന്നത് ആ കമ്പിയിൽ ഞാനൊരു നമ്മുടെ ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ അതൊന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തു. അതിനുശേഷം ഈ രണ്ട് കമ്പിയുടെ ഇടയിൽ കൂടെ നമ്മുടെ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ട്വിസ്റ്റ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആ വളവ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. കണ്ടില്ലേ, ഒരു 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഏറ്റവും മുകളിൽ ഏത് കമ്പിയാണോ ഇരിക്കുന്നത് ആ കമ്പിയിൽ വേണം നമ്മൾ അടുത്ത എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കമ്പി കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഈ ഫ്ലവർ കുത്തിയെടുക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ അത് പെട്ടെന്ന് വളഞ്ഞു പോകും. ഇനി വളഞ്ഞു പോകുന്ന ടൈപ്പ് ഉണ്ടാവും, കമ്പി ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കമ്പി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കമ്പി കുറച്ച് വളഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു നീഡിലോ അങ്ങനെ പേനയോ പെൻസിലോ അങ്ങനെ എടുത്തിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രം നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ കമ്പി കയറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമ്മളിപ്പോൾ നേരത്തെ വെച്ച് കൊടുത്ത ആ ഒരു വലിയ ഗോൾഡൻ ബീഡിനെക്കാട്ടിയും ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊരു 3 ഞാനിത് അതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിന് കുറച്ചൊരു ലെങ്ത് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ഇതിനെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ലാസ്റ്റ് 2 കമ്പിയും കൂടി നമ്മൾ ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ ഇനി ഏത് കമ്പിയാണോ മുകളിൽ വരുന്നത് ആ ഭാഗത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, 3 ഇതേപോലുള്ള ഗോൾഡൻ ബീഡ്സ്, സ്മാൾ സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം നോക്കിയിട്ട് വേണം നമുക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് മടക്കിയെടുക്കാനായിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 കമ്പി ഒന്നുകൂടി കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മാത്രമാണ് ഈ ടിയാര കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഏത് ടിയാര ഉണ്ടാക്കുകയാണെങ്കിലും ഏത് മോഡലായിക്കോട്ടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ 2 കമ്പിയും എന്ത് ചെയ്തതിന് ശേഷവും ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു ഫ്ലവറാണ് കോർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ ഏറ്റവും വലിയ സൈസിലുള്ള ആ ഒരു ഗോൾഡൻ ബീഡ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സൈഡിൽ മാത്രമാണ് ഈ ചെറുത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ മുത്തിനെ മാറ്റിയിട്ട് ബാക്കി എവിടെയാണ് നമ്മൾ ഫ്ലവറിൽ ഹോൾ വരുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ ഒന്ന് അടിയിലോട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ ആ ഹോളിലൂടെ ഒന്ന് അടിയിലോട്ട് ഒന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കമ്പി ഒന്ന് വലിക്കുക.
ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ 2 കമ്പിയും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്കത് അവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോവില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2-3 പ്രാവശ്യം നമ്മൾ 2 പ്രാവശ്യമല്ല 3-4 പ്രാവശ്യം നമ്മളത് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, 3 ചെറിയ സൈസിലുള്ള ആ ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ ആ ഒരു ലീഫ് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ വെച്ച് കൊടുത്തു. അതിനുശേഷം ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഈ 2 കമ്പിയും കൂടിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റേ കമ്പിയുടെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യണം, ഇതേപോലെ 3 ഗോൾഡൻ ബീഡ് സ്മോൾ സൈസിലുള്ളത് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെയും ഇതേപോലെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിൽ വെക്കുക. അതിനുശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 കമ്പികളും കൂടിയിട്ട് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും നമ്മളുടെ ആ ഒരു വലിയ ഗോൾഡൻ ബീഡ് നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വെച്ച് കൊടുത്തതുപോലെ ഒരു കമ്പിയുടെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് നമ്മൾ അതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ പ്രോസസ്സിങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അത്രത്തോളം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും എനിക്കും എൻ്റെ മോൾക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നത്. കാരണം ഇപ്പം മോൾക്ക് വേണമെങ്കിൽ മോൾക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ ഞാൻ ഇപ്പോൾ എൻ്റെ നേരത്തെ ഫോട്ടോയിൽ കണ്ടതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം. അതല്ല നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കും അതുപോലെ വെക്കാമല്ലോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെറിയ സൈസിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് മോൾക്കിന് തനിയെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെയർ ബാൻഡ് പോലെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. വേറെ വ്യത്യാസമൊന്നും ഇതിലില്ല. പിന്നെ ഇതുപോലെയാണ് കേട്ടോ പിന്നെ വരുന്നത്. വീണ്ടും നമ്മൾ ലീഫ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഇത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതെങ്ങനെയാണ് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് മാത്രം ആ ഒരു ഓർഡർ കേട്ടോ. ആ ഓർഡർ കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഇതിൽ ശ്രദ്ധിക്കാനില്ല. അതേപോലെ കമ്പി ചുറ്റിയെടുക്കുന്ന രീതി കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് വേഗം ചെയ്താൽ പെട്ടെന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും പഴയ മുത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആവും കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ എന്താ പറയുക നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. വേറെ ഒരു കാര്യങ്ങളും ഞാനിതിൽ ചെയ്യുന്നില്ല. പിന്നെ ഫ്ലവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ഫ്ലവർ മാത്രം ഉണ്ടാക്കുന്ന വീഡിയോ അല്ല, ഇതിന് മുന്നേ ഞാനൊരു ടിയാര ഉണ്ടാക്കുന്ന ഒരു വൈറ്റ് കളറ് ടിയാര ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഞാൻ ഈ ഫ്ലവർ കട്ട് ചെയ്യുന്നതും അതേപോലെ മറ്റേ നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവറിനെ ഒന്ന് ഈ ഒരു രീതിയിലാക്കി എടുക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇതിന് മുന്നിൽ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വേറെ പല ഷേപ്പിലുള്ള ഫ്ലവേഴ്സും ഈ ഫോം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയസ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ മുത്തുകളുടെ എണ്ണം കൂട്ടിയിട്ടാണെങ്കിലും അതേപോലെ പൂക്കളുടെ എണ്ണം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിലാവും ചെയ്യാൻ ഇഷ്ടമുണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾക്കത് അറിയുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 6 ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ടിയാരയാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. സോറി 6 എണ്ണമല്ല 5 എണ്ണം 5 ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു ടിയാര ചെയ്തെടുത്തു. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഭാഗം ഞാൻ കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ആ കമ്പിയുടെ അവിടെ വെക്കുമ്പോൾ കാരണം ലാസ്റ്റ് 2 കമ്പിയാണല്ലോ വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരൊറ്റ കമ്പിയാണ് റൗണ്ട് ഷേപ്പിൽ വരിക, ഇത് 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ഡിവൈസ് ആണോ നമ്മൾ ചുറ്റാനായിട്ട് റൗണ്ട് ഷേപ്പ്
ഷേപ്പ് ചെയ്യാനായിട്ട് എടുത്തത് അതേ ഡിവൈസ് തന്നെ നമ്മൾ ലാസ്റ്റിലും എടുക്കണം. കാരണം ആ കറക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റേതായ ഒരു നീറ്റ്നെസ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താണോ എടുത്തത് അത് തന്നെയാണ് ഞാനിവിടെ ലാസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ ഒന്ന് വളച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം അതിൻ്റെ അറ്റത്തെ കമ്പി നമ്മുടെ തലയിൽ കുടുങ്ങാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്, മുടിയിലൊക്കെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മടക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൈ വയ്ക്കുമ്പോൾ തന്നെ കാരണം നമുക്കറിയാം ഒരു വേദന എടുക്കണ പോലെ ഉണ്ടാവും. ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. ഇനി നമുക്കത് വലിയ കുട്ടികൾക്ക് ഹെയർ ബാൻഡായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റത്തെ ഒരു ചരട് എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ റിബൺ എന്തെങ്കിലും കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും നമ്മൾ സ്റ്റൈൽ ചെയ്യാം. അപ്പം അല്ലാതെ നമുക്ക് നല്ല ഭംഗിയിൽ മുടിയൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ബാക്കിൽ മുല്ലപ്പൂവിന് പകരമായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ടു നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്ത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.